നല്ല പട്ടുപാവാടയും ബ്ലൗസൊക്കെ ഇട്ട് സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിതെങ്ങോട്ടോ പോവുകയെന്ന്. എങ്ങോട്ടല്ല കേട്ടോ, സ്വന്തം വീട്ടിലെ അടുക്കള കയറി ഒരു പപ്പടമൊക്കെ ചുട്ട് കുറച്ച് വെറൈറ്റിക്ക് കുറേ ചിക്കൻ ഫ്രൈയും മീൻ വറുത്തതും അവിയലും തോരനൊക്കെ ഉണ്ടാക്കി ഒരു കുഞ്ഞു ഓണസദ്യ ഉണ്ടാക്കാന്നുള്ള പ്ലാനിലാണ് ഇതിനകത്ത്. അതിനാണ് ഇത്ര ഹൈപ്പൊക്കെ. സത്യം പറയാലോ, ഇന്ന് നമ്മുടെ സെലിബ്രിറ്റി ഷെഫായ ഷെഫ് ചോമുവിൻ്റെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒരു ചെറിയ പ്രോഗ്രാമിന് പോകാനിരുന്ന ആളാണ് ഞാൻ. പക്ഷേ എന്തോ ട്രെയിനൊക്കെ ക്യാൻസലായി. ഒറ്റയ്ക്ക് പോകാൻ പേടിയായതുകൊണ്ട് പിന്നെ അങ്ങോട്ട് അനങ്ങിയില്ല. അങ്ങനെ ഞാൻ വീടെല്ലാം ക്ലീൻ ചെയ്ത് മുറ്റത്ത് പോയി പൂവൊക്കെ പറിച്ച് ചെറിയൊരു പൂക്കളൊക്കെ ഉണ്ടാക്കി നമ്മുടെ സദ്യയൊക്കെ വിളമ്പി ചിക്കൻ ഫ്രൈ ഒക്കെ വെച്ച് ഈ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഞാനിങ്ങനെ ഫ്രണ്ട്സും പിന്നെ മെയിനായിട്ട് മിസ്റ്റർ ഹസ്ബൻഡ് വരുന്നത് കാത്തിങ്ങനെ നിൽക്കുക. അവർ വന്ന് ഇത് കണ്ടിട്ടൊരു വർത്താനം ഇങ്ങോട്ട് പറഞ്ഞു. അതിൽ ഞാനിങ്ങോട്ട് ഇല്ലാണ്ടായി. സത്യം പറയാലോ, ഇപ്പം ഈ നിന്ന് കത്തണ SAS പേപ്പർ വാഴയില പോലെ ആ അമ്മൂമ്മൻ്റെ ബിനാലയുടെ വർത്താനം കേട്ടുന്നത്തേക്കും ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി. ഇനിയിപ്പോൾ ഓണമൊക്കെ വരികയാണ്. നിങ്ങളുടെ അമ്മമാരോ അല്ലെ ഭാര്യമാരോ ഒക്കെ വളരെ കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ജോലിയുടെ ഇടയ്ക്ക് തിരക്കിൻ്റെ ഇടയ്ക്ക് ഒരു കറിയൊക്കെ ഉണ്ടാക്കി തരാൻ നേരത്ത് കൊള്ളാം, ഇതൊക്കെ ടേസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ വീടൊക്കെ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ ഒരു കോംപ്ലിമെൻറ്റ് കൊടുക്കുക. ഒന്നുമില്ലെങ്കിലും കാണാൻ ഭംഗിയില്ലെങ്കിലും നിന്നെ കാണാൻ ഇന്ന് നല്ല രസമുണ്ടെന്ന് പറയാം. അത് അവർക്കുണ്ടാക്കുന്ന സന്തോഷം എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. യു വിൽ സീ ദാറ്റ് ചേഞ്ചസ്.